അല്ല, അവിടെ എന്താ നടക്കുന്നത്? ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരു പക്ഷേ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടാവും. എല്ലാരും വാ, നമുക്ക് പോയി നോക്കാം. ആഹാ, കൊള്ളാലോ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരു ചെറിയ കുട്ടി ഈ കയറിൽ മേൽ നടന്ന് നിങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, കണ്ടില്ലേ, ആ പെണ്ണ് തന്റെ ജീവിതം പണയം വെച്ച് നിങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കുകയാണ്. കണ്ടില്ലേ, ഈ അപായം നിറഞ്ഞ കളി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. എല്ലാരും മനസ്സറിഞ്ഞ് സംഭാവന ചെയ്യൂ, മനസ്സറിഞ്ഞ് സംഭാവന ചെയ്യൂ. എന്താ സാറേ, ഇതേ കളി സർക്കസിൽ കാണാൻ വേണ്ടി 500 രൂപയുടെ ടിക്കറ്റ് എടുക്കും. ഇവിടെ വെറും ചില്ലറ മാത്രമോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. നിങ്ങൾ എന്തായാലും നല്ല കലാകാരന്മാരാണ്. ഇത് നല്ല കളി തന്നെയാണ്. കളിക്ക് കളി, സമ്പാദ്യത്തിന് സമ്പാദ്യം. എന്ത് സമ്പാദ്യം മോനെ? 2 നേരത്തെ ഭക്ഷണം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ആഹാരം 2 പ്രാവശ്യമല്ലേ കഴിക്കാറ്? നിങ്ങൾ എത്ര പ്രാവശ്യം കഴിക്കുന്നേ? എടാ, അവർക്ക് കാശ് അധികമായിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞതാണ്. ആ, സിനിമ, നാടകം, പിന്നെ സർക്കസ് കാണാൻ വേണ്ടി ജനങ്ങൾ ഒരുപാട് പൈസ ചെലവ് ചെയ്യും. വിശുക്കത്തര എല്ലാം ഞങ്ങളടുത്ത് മാത്രമേ കാണിക്കൂ. സത്യം തന്നെയാ, നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാ. വെറും വാചകടി മാത്രമാണ് മോനെ. നിങ്ങൾ ഇവിടെ ഇരുന്ന് വെറുതെ വാചകടിക്കുകയല്ലേ. പൈസ എന്തെങ്കിലും തന്നോ? ആരും ഒന്നും ചെയ്യില്ല. വരൂ പിള്ളേരെ, നമുക്ക് അടുത്ത ജംഗ്ഷനിലേക്ക് പോകാം. വരൂ. അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് വിഷമം തോന്നുന്നു. ആ, പാവം, അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിനുള്ള കാശ് അവർക്ക് കിട്ടുന്നില്ല. നമ്മൾ എന്തായാലും അവരെ സഹായിച്ചേ മതിയാകൂ. സംശയമുണ്ടോ? ആ? ആ? ആ. നീ വാ, നമ്മൾ സ്വരുക്കൂട്ടി വെച്ച ഈ കാശ് അവർക്ക് കൊടുക്കാം. ഇത്രയും കാശ് വെച്ചുകൊണ്ട് അവർക്ക് എന്താവാനാണ്? അവർക്ക് ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്. അവർ ഫ്രീ ഷോ കാണിക്കല്ലേ, അതുകൊണ്ട് അവർക്ക് കാശ് കിട്ടാത്തത്. നമുക്ക് അവരുടെ പ്രകടനത്തെ തീർച്ചയായിട്ടും വലുതാക്കണം. വലുതാക്കാൻ എന്താ? അത് റബ്ബർ ബാൻഡ് ആണോ? അതല്ലേ വലിച്ചു വലുതാക്കാൻ പറ്റുള്ളൂ. എടാ, ഞാൻ പറഞ്ഞത് വലിയൊരു മൈതാനത്തിൽ ടിക്കറ്റ് കൊടുത്ത് ഷോ കാണിക്കണം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഒരു ടിക്കറ്റ് 100 രൂപ വെച്ച് നമുക്ക് വിൽക്കാം. ആ, നടത്തിക്കളയാം. ഹലോ ഗന്ന സാർ. ഹായ് പെണ്ണി. ഗന്ന സാറേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഹർത്താൽ കാരണം ജനങ്ങൾ കഷ്ടപ്പെട്ടു. നിന്റെ ഈ അഭ്യാസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടികൈ. വീടിന് മുകളിൽ മരം വളർന്നാൽ അത് വെട്ടണം. നിന്റെ അഭ്യാസം കണ്ട് 4 പേർ കൈ തട്ടണം. അടികൈ. എങ്കിൽ തരൂ 1000 രൂപ. അമ്മച്ചേ, 4 കാരണം കുത്തിന് 1000 രൂപയോ? അല്ല, അഭ്യാസത്തിന് 1000 രൂപ. 4 കാരണം മറിച്ചിലിന് 1000 രൂപ. അപ്പൊ ഒരു കാരണം മറിച്ചിലിന് 250 രൂപയോ? കൂടുതലാടേ. കന്ന സാറേ, ഒരു വലിയ മൈതാനത്ത് ഞങ്ങൾ പ്രോഗ്രാം നടത്താൻ പോവാ. ആ ടിക്കറ്റിനാണ് 1000 രൂപ. തരൂന്നേ. എന്തായാലും ഇതൊരു പകൽക്കൊള്ള തന്നെയാ. 1000 രൂപ പോയി കിട്ടി. ഇവന്റെ അഭ്യാസം കാണാൻ ഏതായാലും ഈ പൈസ അല്പം കൂടുതൽ തന്നെയാ. അടികൈ. വേണ്ട, വേണ്ട, വേണ്ട. ടിക്കറ്റ് വാങ്ങിയേ മതിയാവൂ. ഹണി, ഞാനൊരു സത്യസന്ധനായ പോലീസുകാരനാ. എന്നെ കൊണ്ട് 1000 രൂപയൊന്നും തരാൻ കഴിയില്ല. എങ്കിൽ പിന്നെ 500ന്റെ ടിക്കറ്റ് വാങ്ങിച്ചോ. ഹണി, ഞങ്ങൾ എന്തായാലും ഡ്യൂട്ടിക്ക് വേണ്ടി അങ്ങോട്ട് വന്നേ മതിയാവൂ. പിന്നെ എന്തിനു വേണ്ടിയാ ടിക്കറ്റ് എടുക്കുന്നത്? അതെ, ഇത് ചാരിറ്റി ഷോയാ. പാവങ്ങളെ സഹായിച്ചാൽ എന്താ പ്രശ്നം? ഇന്നാ പിടിച്ച 10 രൂപ. 10 രൂപയ്ക്കുള്ള ടിക്കറ്റ് എന്റെ കയ്യിൽ ഇല്ല.
ഇതിനേക്കാൾ കൂടുതൽ പൈസ ഇവിടുത്തെ ഭിക്ഷക്കാര് വരെ തരാൻ തയ്യാറാ. എടാ നീ ഇങ്ങനെയൊന്നും എന്നെ കളിയാക്കരുത്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഞാൻ 500 വാങ്ങിച്ചോളാം, പക്ഷെ പൈസ പിന്നീടേ തരൂ. അങ്ങനെയാണെങ്കിൽ പലിശ 200 രൂപ തരേണ്ടി വരും. ഈഷ്, ഞാൻ പൈസ ഇപ്പൊ തന്നെ തന്നേക്കാം. ഇന്നാ പിടിച്ചോ 500 രൂപ. ശരിടാ, ഇന്നപ്പടി 500. എന്റെ പൊന്നെ 500 രൂപയ്ക്ക് ടിക്കറ്റ് ഇല്ലല്ലോ. ടിക്കറ്റ് 100 മതി. ബാക്കിയുള്ള പൈസ നീ ഡൊണേഷൻ ആയിട്ട് വെച്ചോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എല്ലാവരും നിന്നെ പോലെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവരുണ്ടാവില്ലായിരുന്നു. മതിയാകടെ, വെറുതെ എന്നെ കരയിപ്പിക്കല്ലേ. തൃശൂർ പൂരം കഴിഞ്ഞ് മൈതാനത്തിലുണ്ടായിരുന്ന ആനകളെല്ലാം മടങ്ങി. സമയം ഒരുപാടായി. നിങ്ങളുടെ പരിപാടി തുടങ്ങി. അടികൈ. എന്താ ഇത്? കവിത പറയുന്നതിന് മുമ്പ് തന്നെ കൈയടിക്കാൻ തുടങ്ങിയോ? നമ്മളെ വിശ്വസിച്ച് ഒരുപാട് പേര് ഇവിടെ കൂടി. ഇനി തുടങ്ങിക്കളയാം നമുക്ക് നമ്മുടെ കളി. കുട്ടികളെ, അടി കൈ. ഇവൻ എന്നെ കോപ്പി അടിക്കാണ്. കണ്ണസാറേ, പരിപാടി തുടങ്ങാൻ പോവുകയാണ്. പണ്ടൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, മണ്ടനായ കൂട്ടുകാരനേക്കാളും ബുദ്ധിമാനായ ശത്രുവാണ് നല്ലതെന്ന്. സംശയമുണ്ടോ? നിങ്ങളുടെ എല്ലാം സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ജീവൻ കൊണ്ട് കളിക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടി ആ തീ മറികിടക്കുന്നതായിരിക്കും. അടി കൈ. ഞാൻ കവിത പറച്ചിൽ നിർത്തിയിട്ട് സർക്കസ് കളിക്കാൻ പോവാണ്. ഈ ജനങ്ങൾ കൈയടിക്കുന്ന കണ്ടില്ലേ? ഈഷ്, ഖന്ന സാറേ, എന്നെ ഒന്ന് കാണാൻ സമ്മതിക്ക്. ഇപ്പോൾ കണ്ടോളൂ അടുത്ത ഐറ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം ഞങ്ങളുടെ ഈ കളി കാണാൻ വന്നതിന് വേണ്ടി. ഇനി നിങ്ങളുടെ ചിരി കുറയ്ക്കൂ, ഞങ്ങളുടെ കീശ നിറയ്ക്കൂ. ₹10 ലക്ഷം നിങ്ങൾക്ക് അധ്വാനിച്ച് കിട്ടിയ പൈസയാണ്. അധ്വാനിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. പക്ഷെ ഇത്രയും പൈസ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാവർക്കും വളരെ വളരെ നന്ദി. അല്ല, ഇത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അല്ല പോപ്പറ്റ്, ഇത് നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത പദ്ധതിയുടെ ഫലമാണ്. നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി തന്നു. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എല്ലാവരും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ മടിക്കുകയില്ല. കാട്കർ മേഡം, നിങ്ങൾ എന്നെ കരയിക്കരുത്. ഇവിടെയുള്ള NGOസിനെ വെച്ച് ഇതിനേക്കാളും വലിയൊരു പരിപാടി നടത്തി അവരെ നമ്മൾ സഹായിക്കണം. തീർച്ചയായും ചെയ്യാം. ഓരോ മാസവും നമ്മൾ ഓരോ ചാരിറ്റി ഷോ ചെയ്യണം. ആ പൈസ വെച്ച് നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാനും കഴിയും. അത് ശരിയാ. ഇവരെന്തായാലും ഇത് തുടങ്ങി വച്ചോ. നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണം. തുറന്നു വെച്ചിരുന്ന പാല് പട്ടി നക്കി. നിങ്ങളെല്ലാവരും എന്നെ മൂകനാക്കി. അടികൈ.